ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ അതാ പിന്നെയും കുറേ ഗ്യാപ്പിന് ശേഷം വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു ഓണത്തിൻ്റെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ചിലപ്പം എന്താ പറയുക നടക്കണില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇനിയിപ്പം നാട്ടിലേക്ക് ഏകദേശം പോകാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട്, അതായത് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിലാണ് ഞങ്ങൾ അവേർ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നല്ല നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമല്ലോ, അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അധികം വേണമായിരുന്നു. ഞങ്ങൾ ഓണസദ്യ സെയിൽ ചെയ്യുന്നുണ്ട്, കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ റൂമിലുള്ളവരൊക്കെ ആയിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മുകളിലെടുത്തിട്ടുണ്ട് കേട്ടോ, അതാണ് ഇത്ര നോയ്സ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവേർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ നിൽക്കുകയാണ് അധികം ആൾക്കാരും ഇങ്ങനെ ബൾക്കായിട്ട് സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്കും അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നമ്മൾ നാട്ടിലെ പാളയം മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ എത്തിയ അതേ ഫീലാണ് കേട്ടോ. അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ തന്നെയാണ്. ദുബായ് ഒന്നും അല്ലാന്ന് തോന്നും, നമ്മൾ നാട്ടിലത്തൊരു ഫീല് തോന്നും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. കാരണം ഫുള്ള് ആണുങ്ങളാണ്. കാരണം ഇങ്ങനെ ജോലി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അധികം ലോഡിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സാധനം കയറ്റി അയക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിയ സമയത്തൊക്കെ ആൾക്കാരിങ്ങനെ തന്നെ നമ്മളെ തന്നെ നോക്കിയിരുന്നു കേട്ടോ. ഇതെന്താ ഞങ്ങളെന്താ ഇവിടെ, അങ്ങനത്തെ ഒരു നോട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നോക്കുന്നേരം ആരും നമ്മളെപ്പോലുള്ള ആരും ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടില്ലേ, കുറേ സാധനങ്ങളിങ്ങനെ വണ്ടിയിൽ ലോറിയിൽ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ ഷോപ്പിലേക്കും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സൗണ്ടും കാര്യങ്ങളും. നമ്മൾ പാളയം മാർക്കറ്റിൽ ഈ ഒരു ഏകദേശം പൊലച്ച സമയത്തൊക്കെ ഈ വണ്ടി വന്ന് നിൽക്കുമല്ലോ. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു ഇതാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ കയറുമ്പോൾ തന്നെ. പിന്നെ ഞങ്ങളിതാ നമ്മൾ കുറച്ചും കൂടി സൈഡിലേക്ക് നടന്ന് തന്നെ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം തലവേദന എടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ അതുമല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 ചായ മേടിച്ചിട്ട് കുടിച്ചു കേട്ടോ. ചായ അത്ര നന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സെറ്റായി അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ വേണമായിരുന്നു. അങ്ങനെ അത്യാവശ്യം ലാഭത്തിന് തക്കാളി, ഉള്ളി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി കേട്ടോ. അപ്പം ഇങ്ങനെ ഒരാളെ തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ, കാരണം അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടാവും. എല്ലാം കൂടെ അങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്ക് പിന്നെ എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങളിതാ ഓരോ ഐറ്റംസായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സദ്യക്ക് കുറേ ഐറ്റംസ് വേണമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 19-20 ഐറ്റംസോളം നമ്മൾ സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഓരോ ഐറ്റത്തിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഇങ്ങനെ വാങ്ങാൻ ചിലത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. മുരിങ്ങക്കായ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നെസ്റ്റോലും അങ്ങനെയൊക്കെ പോയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇങ്ങനെ നമ്മളെ വെണ്ടക്ക അതൊക്കെ ഒരു ബോക്സായിട്ട് തന്നെ കിട്ടിയപ്പം നന്നായിട്ട് എന്താ പറയുക, നമുക്ക് വേറെ ആവശ്യത്തിനൊക്കെ കിട്ടിയിട്ടോ, നമ്മളെ ആവശ്യത്തിനും ഒക്കെ കിട്ടിയിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഫ്രൂട്ട്സും കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വില കുറവിൽ കിട്ടിയിട്ടോ. 5 ദിറംസിനും 10 ദിറംസിനൊക്കെ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്നാകെ കിട്ടിയിട്ടോ. ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തതാണ്. അങ്ങനെ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ ദുബായിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വേറെ തന്നെ ഒരു ഇതാണ് കേട്ടോ. ശരിക്കും അവിടെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മലയാളീസൊക്കെ കുറവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്, വെണ്ടക്ക, ഉള്ളി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. തക്കാളി അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അവിടുന്ന് ആൾ നമുക്ക് വണ്ടീൻ്റെ ഡിക്കിയിലാക്കി തരും കേട്ടോ.
അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്ത് എത്താനായിട്ടോ. അങ്ങനെ ഇനി നേരെ തിരിച്ച് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഇനി വീട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് എത്തിയിട്ട് നമുക്കിനി റൂമിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ കുറച്ച് പാടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ നമുക്ക് വണ്ടിയിലൊക്കെ സെറ്റാക്കി തരാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരും വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.